സിമന്റ് വേണ്ട, മണല് വേണ്ട, പുട്ടി വേണ്ട, നനയ്ക്കണ്ട, വളരെ ചുരുങ്ങിയ ചെലവില് വീടിന്റെ കംപ്ലീറ്റ് തേപ്പ്, അതായത് പ്ലാസ്റ്റിക് നടത്താൻ പറ്റും. ഈവൻ ആണി വരെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാത്ത ഒരു പ്രൊഡക്റ്റ്. അതെ, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് നെക്സ്റ്ററിന്റെ സൂപ്പർ ഫൈൻ പോളിമറൈസ്ഡ് ജിപ്സം പ്ലാസ്റ്റർ ആണ്. പോളിമറൈസ്ഡ് ആണ്, അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം. സിമന്റ് വേണ്ട, മണല് വേണ്ട, പുട്ടി വേണ്ട, നനയ്ക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് കല്ലിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇപ്പൊ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനുള്ളത് ജിപ്സം പ്ലാസ്റ്ററിംഗ് നടക്കുന്ന സൈറ്റിലാണ്. ഈ ഒരു വലിയ വീട്ടിലാണ് പരിപാടി നടക്കുന്നത്. ഈ വീട് ഏകദേശം മൊത്തമായിട്ടും ആ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഇവർ മൊത്തം ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ നോക്കിയാലോ? കമന്റ് ഫോളോ. നോർമൽ ജിപ്സത്തിന് തന്നെ ഈർപ്പ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് വരുന്ന ഒരു ഐറ്റം ആണ് നെക്സ്റ്ററിന്റെ ഈ ഒരു പ്രോഡക്റ്റ്. ചുരുക്കം പറഞ്ഞാൽ ജിപ്സത്തിൽ പോളിമർ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി തന്നെയാണ്. നല്ല ബോണ്ടിങ്ങോടും സ്ട്രെങ്തോടും കൂടിയിട്ട് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഐറ്റം. ജിപ്സത്തിന്റെ ക്വാളിറ്റി കൂട്ടാനുള്ള എന്തൊക്കെ ചെയ്യല്? ഒന്ന്, ജിപ്സിന്റെ ബോണ്ടിങ് സ്ട്രെങ്ത് കൂട്ടുക. രണ്ട്, ജിപ്സത്തിന്റെ ഈർപ്പ പ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ്. 90% കൂടുതൽ കാൽസ്യം സൾഫേറ്റ് അടങ്ങിയ ക്വാളിറ്റിയുള്ള ജിപ്സത്തിൽ പോളിമർ മിക്സ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലാണ് ജിപ്സം പോളിമറൈസ്ഡ് എന്ന് പറയുന്നത്. മറ്റുള്ള ജിപ്സത്തിനേക്കാളും കൂടുതൽ ഇതിനൊരു സ്ട്രെങ്ത് ലഭിക്കുകയും ചെയ്യും. ഇതാണ് നെക്സ്റ്റർ പോളിമറൈസ്ഡ് ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ ഒരു പ്രത്യേകത. തേച്ച് കഴിഞ്ഞാൽ ഷൈനിങ് നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. ഏകദേശം പടമൊക്കെ കഴിഞ്ഞാൽ തന്നെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇവരെന്നെ ഡീലർഷിപ്പും കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ വിളിക്കാം.